അഞ്ചുവിളക്കിന്റെ നാടും നഗരവും മാനവമൈത്രിയുടെ സംഗമഭൂമിയായി. ക്രിസ്തുമസും ചന്ദനക്കുടവും ചിറപ്പും മതസൗഹാർദ്ദത്തിന്റെ രാജഭരണത്തിന്റെ ചരിത്ര സ്മരണകളുമായി 223ാമത് ചങ്ങനാശ്ശേരി ചന്ദനക്കുട ദേശീയാഘോഷങ്ങൾ മാനവമൈത്രി സംഗമത്തോടെ തുടക്കമായി. മാനവമൈത്രി സംഗമം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആളുകളും ഒരുപോലെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കും. നമുക്ക് അറിയാവുന്നതുപോലെ ചങ്ങനാശ്ശേരി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ നാളെ ചന്ദ്രഗ്രഹണം കഴിഞ്ഞു. അതിനുശേഷം കാവിക്കോതി അമ്പലത്തിലെ ചെറുപ്പ് മഹോത്സവം നടക്കുന്നു. പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു. ഇതെല്ലാം ഓരോ ചങ്ങനാശ്ശേരി ജനങ്ങൾ ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് വളരെ മതസൗഹാർദ്ദപരമായി സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച ജമാഅത്ത് പ്രസിഡന്റ് PS മുഹമ്മദ് ബഷീർ ചന്ദനം നിറച്ച കുടം ചന്ദനക്കുടം ഘോഷയാത്രയുടെ ക്യാപ്റ്റൻ രാജ വെട്ടിയാമഠത്തിന് കൈമാറി ചന്ദനക്കുട ദേശീയ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ മാനവമൈത്രി സന്ദേശം നൽകി. ഫാദർ ജോസഫ് പുന്നശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ, SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, പഴയപള്ളി ജമാഅത്ത് പ്രസിഡന്റ് SM ഭൂവാദ്, കാവിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് S അനിൽകുമാർ, സണ്ണി തോമസ്, പുതൂർപ്പള്ളി വാർഡ് കൌൺസിലർ ഉഷ മുഹമ്മദ് ഷാജി, പുതൂർപ്പള്ളി വൈസ് പ്രസിഡന്റ് MS നൌഷാദ്, പുതൂർപ്പള്ളി ജോയിന്റ് സെക്രട്ടറി KA ഷമീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പുതൂർപ്പള്ളി ജമാഅത്ത് സെക്രട്ടറി MH ഹനീഫ സ്വാഗതവും പുതൂർപ്പള്ളി ട്രഷറർ PA ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. മതമേലധ്യക്ഷന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും സാന്നിധ്യത്തിൽ ചന്ദനക്കുടം ഘോഷയാത്ര പുതൂർപ്പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ചത്. തെക്കൻകൂർ നാടുവാഴിത്വം അവസാനിപ്പിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണം വരികയും മുൻ നാടുവാഴികളെ പോലെ എല്ലാ മതവിഭാഗങ്ങൾക്കും വേണാട്ട് രാജാക്കന്മാർ തുല്യത ചാർത്തിയിരുന്നു. പ്രാർത്ഥനയുടെ സൗകര്യത്തിനായി 1787 പുതൂർപ്പള്ളി സ്ഥാപിച്ചു. പുഴവാത് കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവവും ക്രൈസ്തവ ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷവും ഒരുമിച്ച് വരുന്ന തീയതികളിൽ ചന്ദനക്കുടവും ഉൾപ്പെടുത്തി. ആഘോഷം നടത്തിപ്പിന് രാജഖജനാവിൽ നിന്നും കൊല്ലവർഷം 976 ധനുമാസം 1-ാം തീയതി 6.25 പണം അനുവദിക്കപ്പെടുകയും തിരുവിതാംകൂർ മുദ്രാങ്കിതമായ വില്ല ധരിച്ച് കൊട്ടാരം പ്രതിനിധി ചന്ദനക്കുട ഘോഷയാത്രയെ അനുഗമിച്ച് കൊട്ടാരം കച്ചേരിയായിരുന്ന മണ്ഡപത്തിന്റെ വാതിൽ വരെ പോകുമായിരുന്നു. രാജഭരണത്തിന് ശേഷം റവന്യൂ അധികാരികൾ ഇന്നത്തെ റവന്യൂ ടവറിൽ വെച്ച് പണക്കിഴി നൽകി സ്വീകരിച്ചു വരുന്നു. കേരള സർക്കാർ ചന്ദനക്കുട ദേശീയാഘോഷത്തെ പൊതുഭരണ ടൂറിസം വകുപ്പിന്റെ 2004 ഉത്തരവ് പ്രകാരം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ അംഗീകൃത ഉത്സവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 1117-ാം ആണ്ട് സ്ഥാപിതമായ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ഡിസംബർ 25-ന് ചന്ദനക്കുടം എത്തിച്ചേരുകയും സൗഹൃദം പങ്കുവച്ച് 2 പള്ളികളിലെയും ഭാരവാഹികൾ കാവിൽ ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷണം സ്വീകരിച്ച് ക്ഷേത്ര മൈതാനത്ത് ഒത്തുകൂടുകയും ഹൈന്ദവ മുസ്ലിം മൈത്രികളിൽ ക്ഷേത്രമുറ്റത്ത് കളഭവും പനിനീരും പരസ്പരം കൈമാറും. കൊല്ലവർഷം 1104 മുതൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ 1-ാം ദിവസത്തെ ഘോഷയാത്രയെ NSS ആസ്ഥാനത്ത് സ്വീകരിച്ചിരുന്നതും ചരിത്രം. കാവിൽ ക്ഷേത്രത്തിലെ ശംഖുനാദവും മുസ്ലിം പള്ളിയിലെ ബാങ്കുവിളിയും ക്രൈസ്തവ പള്ളിയിലെ മണിനാദവും എന്നും കേട്ടുണരാൻ അഞ്ചുവിളക്ക് നിവാസികൾ ഭാഗ്യം സിദ്ധിച്ചവരാണ്. രാഷ്ട്രയുഗം ന്യൂസ്, ചങ്ങനാശ്ശേരി.
MK Mobiles, Mobile Accessories, Sales and Service, Post Office Junction, Changanasheri.